കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ചെത്തിരിക്കുക. 125 സങ്കീർത്തനം 1 വാക്യം: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഈ വാക്യം അനുഗ്രഹീതമാണ്, നമുക്ക് അവർക്കും പരിചിതമാണ്. സ്തോത്രം. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, കുലുങ്ങാതിരിക്കുക; 2, എന്നേക്കും നിൽക്കുക എന്നുള്ളത്. ഇത് 2 സംഭവിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. ഇപ്പം നമ്മളൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്, പക്ഷെ പൂർണ്ണമല്ലെന്നുള്ള വിഷയമാണ്, അല്ലേ? പലതിനെയും നോക്കുന്നതോടൊപ്പം ദൈവത്തെ നോക്കുന്ന എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഇന്നത്തെ സ്പിരിച്വൽ റലം, ആത്മീയ സമൂഹം മാറിക്കഴിഞ്ഞു. അങ്ങനെയല്ല, ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അത് പൂർണ്ണമായും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഒരു ഭാഗിക തലങ്ങളിൽ നിന്നുകൊണ്ടല്ല, പൂർണ്ണമായും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുകയുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുന്ന യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ. അപ്പൊ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? കുലുങ്ങത്തില്ല, എന്നേക്കും നിൽക്കുവാൻ തക്കവണ്ണം ഇടവരും. എസ്രയുടെ നേതൃത്വത്തിൽ ബാബിലോണിൽ നിന്ന് സ്തോത്രം യെരൂശലേമിലേക്ക് ഇസ്രായേൽ ജനം പോവുകയാണ്. എന്നാൽ ആ യാത്രയ്ക്ക് വേണ്ടി എസ്രയും കൂട്ടിനും ഒരു പ്രാർത്ഥന നടത്തി, അല്ലേ? എസ്രായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്: ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് ശുഭയാത്ര വരേണ്ടതിന് അഹവ ആറ്റിൻ്റെ അരികെ അവരൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി അവർ പ്രാർത്ഥിപ്പാനിടയായി. വെറുതെ പ്രാർത്ഥിച്ചതല്ല, ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എസ്ര പറഞ്ഞൊരു വാചകമുണ്ട്. സ്തോത്രം. എന്തായിരുന്നു അത്? സ്തോത്രം, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് രാജാവിൻ്റെ കുതിരച്ചേവകരെയോ പടയാളികളെയോ ചോദിപ്പാൻ ഞങ്ങൾ ലജ്ജിച്ചു. അതിൻ്റെ അർത്ഥം, ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തെയാണ്. അതുകൊണ്ട് മാനുഷികമായ യുദ്ധസേവകളോ യുദ്ധസന്നാഹങ്ങളോ ഞങ്ങൾക്ക് വേണ്ട എന്നൊരു തീരുമാനം ആരെടുത്തു? എസ്ര എടുക്കുവാൻ തക്കവണ്ണം. ഇതായിരിക്കണം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലേ? എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആശ്രയം ദൈവത്തിങ്കൽ പൂർണ്ണമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ, ശൂന്യതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിനെ ലാഭമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമഹത്വം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പറയുന്ന വാക്ക് ഇതാണ്: പ്രൈസ്. 1, കുലുങ്ങത്തില്ല; 2, എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിപ്പാൻ നമ്മൾ ഒരുക്കപ്പെട്ടാൽ 1, നമ്മൾ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നത് പോലെ നമ്മൾ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. 2, എന്നേക്കും നിൽക്കുന്ന ഒരു അനുഗ്രഹം, സ്ഥായിയായൊരു നന്മ, സ്ഥായിയായൊരു വിടുതൽ, അത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവരും. ഇത് വെളിപ്പെട്ട് വരണമെങ്കിൽ, കുലുങ്ങാതിരിക്കണമെങ്കിൽ, എന്നേക്കും നിൽക്കുന്ന ഒരു നന്മ, അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനകത്ത് ലഭ്യമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെപ്പാൻ തക്കവണ്ണം ഇടയാകണം. അങ്ങനെ ആശ്രയം വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തും. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഏൽപ്പിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ കൃപയും കരുണയും ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വെളിപ്പെടും. ഏതെല്ലാം വിഷയത്തിൽ ദൈവജനം ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.